Morning. Good morning. Good morning. Good morning, Miss. Morning. Morning. ഇപ്പൊ നമ്മള് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ചാപ്റ്ററിന്റെ പേരാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തോ? Yes, Miss. ഓക്കെ, പേജ് നമ്പർ ഓക്കെ 85 കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ഇത്തിരി വലിയ ചാപ്റ്റർ ആണ്. ടെൻത്ത് ചാപ്റ്റർ മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എന്താണ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല്? ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെയായിരിക്കാം? എക്യുപ്മെന്റ്സ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ apparatus, cotton. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നത് അല്ലെ. ഇനി മെറ്റീരിയൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അത് മെഷീൻസ് ഇല്ല അല്ലെ. നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റും എന്താണ്, ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നവരാണ് അല്ലെ. പല പല മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ മെറ്റീരിയൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു സപ്പോർട്ടീവ് ഫാക്ടർ ആയിട്ടാണ് മെറ്റീരിയൽസ് പ്രവർത്തിക്കുന്നത്. നമുക്ക് നോക്കാം. As far as any enterprises is concerned, materials are a major cost factor. അപ്പോ നമ്മുടെ ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റർപ്രൈസ് സംരംഭം. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മേജർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസിന് എന്താണ്, കുറേ അധികം പണം ചെലവാക്കേണ്ടി വരും അല്ലെ. ഒരു ചിലവുള്ളൊരു ഘടകമാണ്, ഒരു മേജർ കോസ്റ്റ് ഫാക്ടർ. ചിലവുള്ളൊരു ഘടകമാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചിലവേറിയ ഘടകമാണ്. നോക്കാം. About 40% of budgetary allocation is on procurement and management of stores in healthcare institutions. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, മാർക്കറ്റിങ്ങിലൊക്കെ ബഡ്ജറ്റിംഗ് തയ്യാറാക്കേണ്ടത് ആവശ്യമാണ് അല്ലെ. ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കാൻ. ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പോ ഈ ബഡ്ജറ്റ്, ഇവിടെ മെറ്റീരിയൽസുമായിട്ട് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ 40% അതിന് വേണ്ടി നീക്കി വെക്കണം. ഓക്കെ, മെറ്റീരിയൽസിന് വേണ്ടി 40% നീക്കി വെച്ചിരിക്കണം. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊക്യൂർമെന്റ് എന്താണ് മീനിങ്? എന്താണ് പ്രൊക്യൂർമെന്റ്? എന്താ മീനിങ്? സംരംഭം. അതുപോലെ തന്നെ മാനേജ്മെന്റ് അറിയാലോ. അപ്പൊ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു 40% ഓഫ് ബഡ്ജറ്റ് നമ്മൾ അത്രയും പെർസെന്റേജ് നമ്മൾ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് നീക്കി വെക്കണം. മെറ്റീരിയൽസ് ക്യാൻ ബി ടേംഡ് ആസ് equipment, apparatus and supplies acquired, stocked and utilized by an organization. അപ്പൊ മെറ്റീരിയൽസ് എന്തൊക്കെയാവാം? എക്യുപ്മെന്റ്സ് ആവാം അല്ലെ. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്തൊക്കെ രീതിയിലാവാം? apparatus ആവാം, എക്യുപ്മെന്റ്സ് ആവാം, സപ്ലൈസ് ആവാം, അങ്ങനെ പല പല മെറ്റീരിയൽസ് സ്റ്റോക്ക് ആവാം അല്ലെ. അപ്പൊ മെറ്റീരിയൽസിനെ പല രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. ഇനി നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മെറ്റീരിയൽസ് മാനേജ്മെന്റ് may also be interchangeably defined as എന്താണ്? സ്റ്റോർസ് മാനേജ്മെന്റ്.
മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? സ്റ്റോർ മാനേജ്മെന്റ്. സ്റ്റോർസ് മാനേജ്മെന്റ് എന്നും മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ പറയുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഇനി ഫോസ്റ്റ്ലി ഹാസ് ഡിഫൈൻഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഇനി അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? The supervision and control of goods, services and equipment from acquisition to disposition. Okay, acquisition എന്ന് പറഞ്ഞാൽ എന്താണ്? acquisition എന്ന് പറഞ്ഞാൽ acquisition എന്താണ് മീനിങ് വരുന്നത്? acquisition എന്താണ്? കൈവശപ്പെടുത്തുക. ഓക്കെ, കൈവശപ്പെടുത്തുക. ഇനി ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്രമീകരണം. മീൻസ് ക്രമീകരണം. ഡിസ്പോസിഷൻ മീൻസ് ക്രമീകരണം. അപ്പൊ ഫോസ്റ്റ്ലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? The supervision and control of goods, services and equipments from acquisition to disposition. For example ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവര് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടെത്തിക്കും അല്ലെ? നമ്മൾ റിസീവ് ചെയ്തു, അത് ഞാൻ കൈവശപ്പെടുത്തി. ഇനി അപ്പോ ചിലപ്പോ ഞാൻ ഫാർമസിയിലോട്ട് മരുന്നായിരിക്കാം ഞാൻ ഓർഡർ ചെയ്തത്. അങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ എനിക്കത് കിട്ടി, ഞാൻ റിസീവ് ചെയ്തു അല്ലെ? ഞാൻ അത് കൈവശപ്പെടുത്തി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മള് എന്ത് ചെയ്യണം? ക്രമീകരിച്ച് വെക്കണോ അല്ലെ? ആണോ? ഫാർമസിയില് തോന്നിയോടത്ത് കൊണ്ടുപോയിട്ട് തോന്നിയ മരുന്നുകൾ വെക്കാൻ പറ്റുമോ? ഇല്ല. അതിനൊക്കെ എന്തുണ്ടാവും? ഓരോ പൊസിഷൻസ് ഉണ്ടാവും അല്ലെ? ഓരോ മെറ്റീരിയൽസിനും അല്ലെ? ഓർഡർ ആയിട്ട് നമ്മൾ വെക്കണം. അപ്പൊ ഓരോ മരുന്നിനും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രമീകരിച്ച് വെക്കേണ്ടതുണ്ട്. അതൊന്ന് കണക്ട് ചെയ്തിട്ട് നോക്കാം കേട്ടോ ഇവിടെ ഈ ഡെഫിനിഷൻ. ഓക്കെ, എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ എന്ത് ചെയ്തു? ആ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ ഏറ്റെടുത്തു. അത് ക്രമീകരിക്കുന്നത് വരെയുള്ള സൂപ്പർവിഷനെയും കൺട്രോളിനെയും ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞത് കണക്ട് ചെയ്ത് വെച്ച് നോക്കാം. എക്സാമ്പിളിൽ ഞാൻ എന്ത് പറഞ്ഞു? ആദ്യം ഞാൻ ഓർഡർ കൊടുത്തിട്ട് അത് അക്യൂർ ചെയ്തു അല്ലെ? കൈവശപ്പെടുത്തി. എന്നിട്ട് ഞാൻ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ക്രമീകരിച്ചു വെച്ചു. അതിന്റെ സൂപ്പർവിഷനെയും കൺട്രോളിങ്ങിനെയും പറയുന്നതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന്. അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ആണോ? മനസ്സിലായോ? ഗുഡ്സ് ആൻഡ് സർവീസസ് ഏറ്റെടുക്കുന്നത് മുതല് അത് ക്രമീകരിച്ചു വെക്കുന്നത് വരെയുള്ള സൂപ്പർവിഷനെയും കൺട്രോളിങ്ങിനെയും പറയുന്നതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നോക്കാം. Managing of materials to keep the right quality of material at the right time, at the right place, at the low cost is materials management. ഇനി മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ എങ്ങനെയും കൂടി പറയുന്നുണ്ട്. നല്ല രീതിയിലാണ് മെറ്റീരിയൽസ് എങ്ങനെയൊക്കെ നമ്മൾ നൽകുന്നത്? റൈറ്റ് ക്വാളിറ്റിയിൽ അല്ലെ? ശരിയായ ക്വാളിറ്റിയില്, ശരിയായ ടൈമില്, ശരിയായ പ്ലേസില്, ലോ കോസ്റ്റിൽ വേണം മെറ്റീരിയൽസ് നൽകാനായിട്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട്. അതിനെയും നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നുണ്ട്. റൈറ്റ് ക്വാളിറ്റിയില്, റൈറ്റ് ടൈമില്, റൈറ്റ് പ്ലേസില്, ലോ കോസ്റ്റില് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിനെയും നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. മെറ്റീരിയൽസ് ആർ എ വൈറ്റൽ റിസോഴ്സസ് ഇൻ എ ഹോസ്പിറ്റൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്താണ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു സപ്പോർട്ടീവ്. അടുത്ത സെന്റൻസ് നോക്കിയേ. ഇറ്റ് ഈസ് എ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് എ ഹോസ്പിറ്റൽ അല്ലെ? ഒരു സപ്പോർട്ടീവ് ഘടകമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ? മെറ്റീരിയൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഹോസ്പിറ്റലിലെ ഒരു പ്രവർത്തനങ്ങളും നടക്കാനായിട്ട് സഹായിക്കില്ല അല്ലെ? സാധിക്കില്ല, നമുക്ക് നടത്താൻ പറ്റില്ല. നമുക്കറിയാം പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഹോസ്പിറ്റലുകൾക്ക്. ആ പല പല ഡിപ്പാർട്ട്മെന്റുകളിലും പല പല മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റേഡിയോളജിയിൽ യൂസ് ചെയ്യുന്ന മെഷീൻസ് ആയിരിക്കില്ല സർജിക്കൽ ഏരിയയിലല്ലേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്നതായിരിക്കില്ല ചിലപ്പോ ENT അല്ലെങ്കിൽ ICUലൊക്കെ യൂസ് ചെയ്യുന്നത്. പല പല മെഷീൻസ്, എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ പല പല ഐറ്റംസ് അല്ലെ? അങ്ങനെയുള്ള
കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടീവ് ഘടകമായിട്ടാണ് ഈ മെറ്റീരിയൽസ് പ്രവർത്തിക്കുന്നത്. ഒരു വൈറ്റൽ റിസോഴ്സസ് ആണെന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയോ? പ്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാല് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് ചോദിക്കാറുണ്ട് സ്റ്റോർസ് മാനേജ്മെന്റ്. അതുപോലെ തന്നെ കോസ്റ്റ്ലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ മെറ്റീരിയൽസ് ആർ ദ വൈറ്റൽ റിസോഴ്സസ് ഇൻ എ ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇത്രയും മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റിലെ ആ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനി നെക്സ്റ്റ് ആണ് എയിംസ് കേട്ടോ. എയിംസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മേജർ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ എയിംസ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് കേട്ടോ. അടിയിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ദ ഒബ്ജക്റ്റീവ് ഓഫ് മെറ്റീരിയൽസ് എയിം ആണോ? നിങ്ങളുടെ PDF അങ്ങനെയാണോ? സ്ക്രീനിൽ അങ്ങനെയാണ്, തിരുത്തിയിട്ടില്ലേ അത്? ഓക്കെ ഓക്കെ, അപ്പൊ അവിടെ എയിംസ് ഇല്ല. ഓക്കെ, അപ്പൊ അവിടെ എയിംസ് ആക്കാം കേട്ടോ. എയിമിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് എയിംസ് ആക്കാം. The objective of material management in a hospital is to make sure that there is ample stock of required items for continuous supply. First point, aims ചോദിച്ചാലും ഒബ്ജക്റ്റീവ് ചോദിച്ചാലും ഒന്ന് തന്നെയാണ് കേട്ടോ. മെയിൻ ഒബ്ജക്റ്റീവ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ample stock of required items for continuous supply. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മതിയായ സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? കണ്ടിന്യൂസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മതിയായ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇനി എന്താണ്? ടു കീപ് away from surplus. സർപ്ലസ് എന്താണെന്ന് അറിയാലോ? എന്താണ് സർപ്ലസ്? സർപ്ലസ് എന്താണ്? പ്രോഫിറ്റ് അല്ലെ, മിച്ചം വരുന്നത് അല്ലെ. നമ്മളുടെ എല്ലാ കാര്യങ്ങളും പ്രോഫിറ്റ് ബിസിനസ് ആണെങ്കിൽ എല്ലാ ചെലവുകളും കഴിഞ്ഞ് മിച്ചം വരുന്ന തുകയാണ് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് പറയുന്നത് അല്ലെ. അങ്ങനെ നമ്മള് ബാലൻസ് വരാതെ നമ്മള് എപ്പോഴും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യണം? ആവശ്യത്തിന് മാത്രം പർച്ചേസ് ചെയ്യാം. വേസ്റ്റ് വരാതെ അല്ലെങ്കിൽ ബാലൻസ് വരാത്ത രീതിയിൽ വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. അതാണ് അവിടെ ടു കീപ് away from surplus. ഓക്കെ, സർപ്ലസ് എന്ന് പറയുന്നത് കേട്ടോ. മിച്ചം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ ബാലൻസ് വരാത്ത രീതിയിൽ നമ്മൾ ആവശ്യത്തിനുള്ള പർച്ചേസ് വേണം നടത്താനായിട്ട്. ഇനി എന്താണ്? ഹാവ് അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ്. ഇനി നമ്മൾ മെറ്റീരിയൽസ് നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ചിലപ്പോ എന്താണ്, ഫ്രിഡ്ജില് ഫുൾ ടെമ്പറേച്ചറിൽ വെക്കേണ്ട ഐറ്റംസ് ഉണ്ടാവും. ചിലത് എന്താണ്, നോർമൽ ടെമ്പറേച്ചറിൽ വെക്കേണ്ട ഐറ്റംസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഓരോ ഐറ്റംസിനും ഉചിതമായിട്ടുള്ള, ഓരോ മെറ്റീരിയൽസിനും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു രീതിയിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഇതാണ് അവിടെ പറയുന്നത്. ഹാവ്
appropriate storage. Easy retrievability, distribution, the point of usage whenever needed. ഇനി എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ, ഓരോ മെറ്റീരിയൽസും റിസീവ് ചെയ്തു നമ്മൾ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ക്രമീകരിച്ച രീതിയിൽ വേണം വെക്കാനായിട്ട് അല്ലെ. ഇവിടെ പറയുന്നത് റിട്രീവബിലിറ്റി എന്ന് പറഞ്ഞാല് തിരിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തില്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഐറ്റംസും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ പല പൊസിഷനിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല അത് എവിടെയാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ മരുന്ന് എവിടെയാണ് വെച്ചിരിക്കുന്നത്. ചിലപ്പോ അതിന്റെ കറക്റ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ പ്ലേസിലായിരിക്കില്ല സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഓരോ ഐറ്റംസും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാ വേണം, അത് തിരിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രമീകരിച്ച് വെക്കുന്ന അതിൻ്റെതായിട്ടുള്ള സ്പേസിൽ വേണം വെക്കാനായിട്ട്. Effective and efficient utilization of resources available. എന്താണ്, ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടും റിസോഴ്സസുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ എയിംസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്ലൈ ചെയ്യാനായിട്ടുള്ള മതിയായ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ ബാലൻസ് വരാത്ത രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒട്ടും വേസ്റ്റ് വരാത്ത രീതിയിൽ അല്ലെ. അപ്പൊ ചിലപ്പോ പർച്ചേസ് വേണ്ടാത്ത മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അധികം ആവശ്യമില്ലാത്ത മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം ചിലപ്പോ അത് എക്സ്പയറി ആവാം അല്ലെങ്കിൽ വേസ്റ്റ് വരാം അല്ലെ. അങ്ങനെ ഒട്ടും വേസ്റ്റ് വരാത്ത രീതിയിൽ വേണം നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട്. ഇനി എന്താണ്, ഓരോന്നും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉചിതമായിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അതുപോലെ തിരിച്ചു എടുക്കാൻ കഴിയുന്ന വിധത്തില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രമീകരിച്ച് അതിൻ്റെതായിട്ടുള്ള പൊസിഷനിൽ ഇത് ക്രമീകരിച്ച് വെക്കണം. ഇനി അതുപോലെ തന്നെ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അവൈലബിൾ, കാര്യക്ഷമമായിട്ടും ഫലപ്രദമായിട്ടും റിസോഴ്സസുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കി, മേജർ ഒബ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് മേജർ ഒബ്ജക്റ്റീവിൽ വരുന്നത്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം, ഉയർത്തുക. ഇനി എന്താണ്, മിനിമം കോസ്റ്റിലായിരിക്കണം അല്ലെ, കോസ്റ്റ് എന്തായാലും നമുക്ക് കുറയ്ക്കണം. കോസ്റ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നഷ്ടം വരാൻ സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ട് എപ്പോഴും നോക്കേണ്ടത് എങ്ങനെയാണ്, പ്രോഫിറ്റ് ഉണ്ടാവണം, അതുപോലെ തന്നെ കോസ്റ്റ് കുറവായിരിക്കണം. ഇനി എന്താണ് നെക്സ്റ്റ് ലാസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്, മേജർ ഒബ്ജക്റ്റീവ് അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്. എന്താണ്, ഓരോ ഓർഗനൈസേഷനും ഓരോ ഹോസ്പിറ്റലിലും എന്തുണ്ടാവും, ഒബ്ജക്റ്റീവ് ഉണ്ടാവും അല്ലെ, ലക്ഷ്യം ഉണ്ടാവും. അത് നേടിയെടുക്കാൻ കഴിവുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്, മേജർ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് കേട്ടോ. വായിച്ചു നോക്കാം, വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എന്തൊക്കെയാണ് ഫങ്ഷൻസ് നോക്കാം. മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിങ്. നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ്. അത് ആദ്യം വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും അല്ലെ, ആസൂത്രണം നടത്തും, പ്ലാനിങ് നടത്തും. ഇനി എന്ത് ചെയ്യും, പ്ലാൻ ചെയ്തിട്ട് ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കില്ലേ, ഓരോ മെറ്റീരിയൽസിനും ഇത്ര പെർസെന്റേജ് അല്ലെ ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കാറുണ്ട്. അപ്പൊ ആദ്യം പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിങ്. ഇനി എന്താണ്, പർച്ചേസിങ്. ബഡ്ജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, അത് നമ്മൾ എന്ത് ചെയ്തു, പർച്ചേസിങ് നടത്തി. നെക്സ്റ്റ് വൺ എന്താണ്, റിസീവിങ് ആൻഡ് ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കയ്യിലോട്ട് കിട്ടി, പർച്ചേസ് കഴിഞ്ഞു, നമ്മുടെ കയ്യിലോട്ട് അത് റിസീവ് ചെയ്തു, അതെന്ത് ചെയ്തു, ഇൻസ്പെക്ഷൻ ചെയ്തു അല്ലെ. നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയിലാണോ, ഇത്ര എണ്ണം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രൈസിലാണോ അവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി.
എന്നിട്ട് സ്റ്റോക്ക് ചെയ്തു. ഓക്കെ, ഇനി എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട എന്താണ് മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സ് ആവാം, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആവാം, സപ്ലൈസ് ആവാം, അല്ലെ, അതൊക്കെ എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇത് കിട്ടിയോ? ഇത്രയും കിട്ടിയോ? കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി എന്താണ് നോക്കിയേ, ഇൻവെന്ററി കൺട്രോൾ. എന്താണ്? വിവര പട്ടിക അല്ലെ, ഓരോ സ്റ്റോക്കിന്റെയും വിവര പട്ടികകള് മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ കോസ്റ്റ് റിഡക്ഷൻ നോക്കാം. കോസ്റ്റ് റിഡക്ഷൻ ആണ് മെറ്റീരിയൽ മാനേജ്മെന്റ് അതർ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് നോക്കാം. ഇനി കോസ്റ്റ് നമ്മൾ റിഡക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയെല്ലാം പറ്റും? എങ്ങനെയെല്ലാം പറ്റും നിങ്ങൾക്ക് കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാനായിട്ട്? മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെ പറ്റും? പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഐഡിയാസ് കിട്ടുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ചോദിച്ചതാട്ടോ മിസ്. മെറ്റീരിയൽസ് നമുക്ക് എന്താണ് റീയൂസ് ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റോ? പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ റീയൂസ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ ഒരു മെറ്റീരിയൽസ് ഇപ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ നമ്മൾ പല സ്കാനിങ് മെഷീൻസ് ഒക്കെ ഉണ്ടല്ലേ, അതൊക്കെ എന്താണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറെ കാലം അതിന്റെ അത് നീണ്ടു നിൽക്കും അല്ലെ, അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ കുറെ കാലം നമുക്ക് കിട്ടും ഇല്ലേ? നല്ല ക്വാളിറ്റിയിൽ, ഹൈ ക്വാളിറ്റിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോഴും എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന് റിപ്പയർ ചെയ്യേണ്ടി വരും, മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണ്, നമ്മൾ കൊടുത്ത കാശിനും കൂടുതൽ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ, നമുക്ക് നഷ്ടമാണ് വരുന്നത്. അപ്പോ ഇങ്ങനെ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാനായിട്ട് നമ്മള് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിച്ച് അത് കുറെ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ റീയൂസ് ചെയ്തും ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ തന്നെ വാല്യൂ അനാലിസിസ്. വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ മൂല്യവിശകലനം. ഓക്കെ, ഇപ്പോ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടാതെ ചിലവ് കുറയ്ക്കാനായിട്ട് നോക്കണം. അതാണ് മൂല്യവിശകലനത്തിൽ പറയുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ നോക്കാം, BP ചെക്ക് ചെയ്യുന്ന മെഷീൻ കണ്ടിട്ടില്ലേ നിങ്ങള്? BP ചെക്ക് ചെയ്യുന്ന മെഷീൻ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. ഓക്കെ, ആ മെഷീൻ നമ്മള് ഒരുപാട് ഇപ്പോ കളറ് മാറി, ഇപ്പോ ചിലപ്പോ എന്താണ് ഒരു ബ്രൗൺ കളർ ആവാം, അല്ലെങ്കിൽ എന്താണ് ഒരു ചാരക്കളർ, അങ്ങനെ പല കളറിൽ വാങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്താണ്, അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്താണ്, BP ചെക്ക് ചെയ്യുക എന്ന മാത്രം ആ ഫംഗ്ഷൻ ആണ് അതിൽ യൂസ് ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ BP ചെക്ക് ചെയ്യാനായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. കുറെ ഇപ്പൊ കളർ മാറി അല്ലെങ്കിൽ പല ഷേപ്പില് പല കളറില് ഇതൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ, ഇല്ലേ? അതുകൊണ്ട് അതിന്റെ ഉപയോഗം, ആ മെഷീന്റെ ഉപയോഗം എന്താണ്, BP ചെക്ക് ചെയ്യുക എന്ന ജോലിയാണ് അത് ചെയ്യുന്നത് അല്ലെ, അത് മാത്രമാണ് അതിന് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ പലതരത്തിൽ അത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരുപാട് നമ്മൾ വാങ്ങിച്ചു വെക്കാതെ ഒരു സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക. എന്താണ്, കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടാതെ ചിലവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. അത്യാവശ്യത്തിന് മാത്രം സാധനങ്ങൾ വാങ്ങിക്കുക. ക്ലിയർ ആയോ? കണക്ഷൻ കിട്ടിയോ? വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാല്. ഇനി ഡിസ്പോസൽ എന്താണ്? ഡിസ്പോസൽ നിർമ്മാർജ്ജനം ചെയ്യാം അല്ലെ. ഓക്കെ, ഇനി എങ്ങനെയൊക്കെ ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത് കളയാൻ പറ്റുന്നത്? ഏതൊക്കെയാണ്? ഉപയോഗിച്ച ഐറ്റംസ് ആയിരിക്കും അല്ലെ, യൂസ്ഡ് ആയിട്ടുള്ള സിറിഞ്ചുകള്, അതുപോലെ തന്നെ എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസ്, ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യണം? ഗ്ലൗസുകൾ അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മള് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്ത് കളയാം. അല്ലെങ്കിൽ എങ്ങനെയാണ്, സ്ക്രാപ്പിന് കൊടുക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഫംഗ്ഷനിൽ വരുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്, മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, പർച്ചേസിങ്, റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അത് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, അത് കിട്ടും. അതുപോലെ തന്നെ ഇൻവെന്ററി കൺട്രോൾ ഉണ്ട്, കോസ്റ്റ് റിഡക്ഷൻ ഉണ്ട്, വാല്യൂ അനാലിസിസ് ഉണ്ട്, ഡിസ്പോസൽ ഉണ്ട്. നെക്സ്റ്റ് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ,
ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് എക്യുപ്മെന്റ്സ് അല്ലെ. എക്യുപ്മെന്റ്സ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? വിച്ച് ഇൻക്ലൂഡ് സർജിക്കൽ പരമായിട്ട് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് സർജിക്കലിന്. അതുപോലെ തന്നെ മെഷീൻസ് അല്ലെ, സർജറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. പ്രിന്റിംഗിൽ ഏതൊക്കെ ഐറ്റംസ് വരാറുണ്ട്? ഏതൊക്കെ ഐറ്റംസ് ആണ് പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്? പറയാൻ പറ്റുമോ? പ്രിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെ ഐറ്റംസ് ആണ്? പ്രിന്റ് ഒക്കെ ചെയ്ത് കാണുന്നത് എങ്ങനെയാണ്? ഫോംസ്. പ്രിന്റർ അല്ല, പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ബില്ലുകള്, ഇതൊക്കെ പ്രിന്റഡ് ഐറ്റംസ് ആണ് അല്ലെ. അതുപോലെ തന്നെ ബില്ലുകള്, റിപ്പോർട്ടുകള്, ഫോമുകള്, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന റെസീപ്റ്റുകൾ, ഇതൊക്കെ എന്താണ് പ്രിന്റിംഗ് ആണ്. ഇനി സ്റ്റേഷനറി ഐറ്റംസ് എന്തൊക്കെയാവാം? സ്റ്റേഷനറി ഐറ്റംസ് ഓക്കെ, റിപ്പോർട്ട്. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, പേപ്പേഴ്സ്, പെൻസില്, അതുപോലെ ബുക്ക്, പെൻ അല്ലെ, പേന, ഇതൊക്കെയാണ് സ്റ്റേഷനറി ഐറ്റംസ് ആയിട്ട് പറയുന്നത്. ഇനി ഹൗസ് കീപ്പിംഗ്, ലിനൻ അറിയാലോ, തുണികള്. അതുപോലെ തന്നെ കെമിക്കൽസ്, ഹൗസ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട കെമിക്കൽസ് ഒക്കെ ഏതൊക്കെയാണ്? പറഞ്ഞു നോക്കിയേ. ലോഷൻസ് വരുന്നുണ്ട്, പിന്നെ ഏതാ ഡെറ്റോള്, ഡിറ്റർജന്റ് അല്ലെ, സ്പ്രേകള്, അങ്ങനെയുള്ള ഹാൻഡ് വാഷ്, ഓക്കെ, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കെമിക്കൽസുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ഡയറ്ററിയോ? ഡയറ്ററി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫുഡുമായിട്ട് ബന്ധപ്പെട്ടത്, ക്യാൻറ്റീൻ അല്ലെ, ക്യാൻറ്റീനുമായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ്. ഇലക്ട്രിക്കൽ എന്തൊക്കെയായിരിക്കാം ഐറ്റംസ് വരുന്നത്? ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ AC, സ്വിച്ച്, ഫാൻ അല്ലെ, ലൈറ്റ്, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഓക്കെ, ഇനി ലാബ് കെമിക്കൽസ്, ലാബിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് അറിയാൻ പറ്റും. ഇനി ഫാർമസി എന്താണ്? പല ഡ്രഗുകൾ അല്ലെ, മരുന്നുകള്, മെഡിസിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങള്, ഡ്രഗ്സുകള്, മെഡിസിൻ, അതുപോലെ സിറിഞ്ച് അല്ലെ, പല പല കാര്യങ്ങളുണ്ട് അതിനാ ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി കെമിക്കൽസ്, ഡെവലപ്പർ ആൻഡ് ഫിക്സർ ഇൻ റേഡിയോളജി. ഇവിടെ പറയുന്നത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് മിഷൻസ് പ്രവർത്തിക്കാനായിട്ട് കെമിക്കൽസ് യൂസ് ചെയ്യും. ഇതിനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കെമിക്കൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഡെവലപ്പർ ആൻഡ് ഫിക്സർ ഇൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന മിഷൻസ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസ്. നെക്സ്റ്റ് ആണ് സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, ഫൈബർ ആൻഡ് അതർ മെറ്റീരിയൽസ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് പുതിയൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ പുതിയൊരു റൂമൊക്കെ പണിയുകയാണെങ്കിൽ, ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ്, പൈപ്പുകള് അല്ലെ, അതൊക്കെ വേണ്ടി വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് കൺസ്യൂമർ ഗുഡ്സ്, ഡീസൽ ആൻഡ് പെട്രോൾ ടു സ്റ്റാർട്ട് എ ബോയിലർ ഓർ ഓട്ടോക്ലേവ്. ഇപ്പൊ ഓട്ടോക്ലേവ് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന് എന്താണ്, അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്രോൾസ്, ഡീസൽസ് ഒക്കെ വേണം അല്ലെ. അതാണ് അവിടെ പറയുന്നത് കൺസ്യൂമബിൾ ഗുഡ്സ്, ഡീസൽ ആൻഡ് പെട്രോൾ ടു സ്റ്റാർട്ട് എ ഓട്ടോക്ലേവ്. ഇത്തരം കാര്യങ്ങളാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസിൽ വരുന്നത് കേട്ടോ. ഓട്ടോക്ലേവ് എന്താണെന്ന് അറിയില്ലേ? CSSD പഠിച്ചിട്ടുണ്ടാ? ഓർമ്മയുണ്ടാ? പറഞ്ഞു കൊടുത്തേ എന്താണ് ഓട്ടോക്ലേവ് എന്ന്. എക്സാം കഴിഞ്ഞവരാണല്ലോ. ഓക്കെ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഒന്ന് വായിച്ചു നോക്കിയ ഡിഫറെന്റ് മെറ്റീരിയൽസും ആൻഡ് ഫങ്ഷൻസും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു.
ഓക്കെ, ഈ നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് IMM. ചോദിക്കാറുണ്ട് കേട്ടോ, എക്സ്പാൻഡ് IMM, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. IMM is a close coordination of all departments which are related with the utilization of materials. എന്താണ് പറയുന്നത്? IMM, Integrated Materials Management, is a close coordination of all departments which are related with the utilization of materials. മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായിട്ട്, യൂട്ടിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏകോപനം, കോർഡിനേഷൻ, അതിനെയാണ് നമ്മള് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏകോപനം, കോർഡിനേഷനെയാണ് നമ്മൾ IMM എന്ന് പറയുന്നത്. Everything merged under one head. Now, example, purchasing, storing, etc. under materials manager. Materials manager ഉണ്ടാവും അല്ലെ, ആ മാനേജർ ആയിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇപ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് കുറച്ച് മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വന്നു, അവരെന്ത് ചെയ്യും? കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസുകള് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാതെ എന്ത് ചെയ്യും? ഈ മാനേജറോട് പറയും. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോ ലാബില് എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുമ്പോ അവരും എന്ത് ചെയ്യും? അവരും അവരുടേതായിട്ടുള്ള രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാതെ ഈ മാനേജറോട് പറഞ്ഞിട്ട് ഈ മാനേജർ എന്ത് ചെയ്യും? എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ലിസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ചെയ്ത് അത് റിസീവ് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിന് എത്തിച്ചു കൊടുക്കും. ക്ലിയർ ആയോ? അതാണ് IMM, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് അവര് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാതെ മാനേജറോട് പറഞ്ഞ് മാനേജർ അത് ലിസ്റ്റ് ചെയ്ത്, അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെയാണ് വേണ്ടത്, അതുപോലെ എന്താണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെയാണ് വേണ്ടത്, ലാബിന് എന്തൊക്കെയാണ് വേണ്ടത്, അങ്ങനെയുള്ള സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് ആ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതിനെയാണ് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് IMM. ഫസ്റ്റ് വൺ ആണ് ബെറ്റർ അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ആണ്, ഉത്തരവാദിത്തം. നമ്മൾ പറഞ്ഞല്ലേ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും സാധനങ്ങൾ, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് അതനുസരിച്ചിട്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നു. അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ആ മാനേജറുടെ ആണ് അല്ലെ. IMMന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ആ മാനേജർ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ബെറ്റർ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത് കേട്ടോ. എന്താണ് പറയുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് അത് ആ കൃത്യസമയത്ത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് എത്തിച്ചു കൊടുക്കും. ഇനി നെക്സ്റ്റ് ആണ് കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. അവിടെ പറയുന്നത് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാതെ എന്ത് ചെയ്യുന്നുണ്ട്? സാധനങ്ങള് ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് മാനേജറോട് പറയുകയും മാനേജർ അതിന് ലിസ്റ്റ് പ്രകാരം പ്ലാൻ ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്ത് അത് റിസീവ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ ആയോ? അതാണ് കോർഡിനേഷൻ ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ഇനി ബെറ്റർ പെർഫോമൻസ്. എന്താണ് ബെറ്റർ പെർഫോമൻസിൽ പറയുന്നത്? IMMന്റെ നേതൃത്വത്തിൽ അല്ലെ, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ നേതൃത്വത്തില് ഓരോന്നും പർച്ചേസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്ലേസില്, കൃത്യമായിട്ടുള്ള ടൈമില്, കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയില്, കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയിലും ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്തിച്ചു കൊടുക്കുന്നു. അതാണ് ബെറ്റർ പെർഫോമൻസ്. ബെറ്റർ പെർഫോമൻസിൽ എന്താ പറഞ്ഞത്? ഇതിന്റെ IMMന്റെ നേതൃത്വത്തിൽ മാനേജർ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ
ഡിപ്പാർട്ട്മെന്റിന് വേണ്ട ഐറ്റംസ് കൃത്യമായിട്ടുള്ള ടൈമില് കൃത്യമായിട്ടുള്ള പേസിൽ നിന്നും കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലും കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയിലും ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്തിച്ചു കൊടുക്കുന്നു. ഓക്കെ, 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ബെറ്റർ അക്കൗണ്ടബിലിറ്റി, കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റി വിത്ത് ദ ഡിപ്പാർട്ട്മെന്റ്, ബെറ്റർ പെർഫോമൻസ്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ. മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി എന്നാണോ കൊടുത്തിരിക്കുന്നത് PDF-ൽ? അങ്ങനെയാണോ? കറക്റ്റ് ആണോ? അപ്പോ നെക്സ്റ്റ് പോയിന്റ് ആണ് മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി. ഇതെന്താ പറയുന്നത്? ഓരോ മെറ്റീരിയൽസിന്റെയും വിവര പട്ടിക അല്ലെ, വിവര പട്ടികകള് ഇൻവെന്ററി ഉണ്ടാവും അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റത്തില്, അതായത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഓരോന്നിന്റെയും ഓരോ സ്റ്റോക്കിന്റെയും ഇൻഫർമേഷൻസ് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്ത് വെക്കുകയും അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റിനാണോ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നത് അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് ഡാറ്റകൾ എടുത്ത് നോക്കിയിട്ട് അത് എളുപ്പത്തിൽ അതിന്റെ പ്രോസസ്സിംഗ് എളുപ്പത്തിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അല്ലെങ്കിൽ മെറ്റീരിയൽസ് തീർന്നു പോയി അത് വേണം എന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ നോക്കി ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് കൊടുക്കാനായിട്ട് ആ പ്രോസസ്സിംഗ് എളുപ്പമാക്കാനായിട്ട് സഹായിക്കുന്നു. എന്താ മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ? എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തല്ലേ, അതായത് ഡിപ്പാർട്ട്മെന്റിന് ഏതൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്ന ഐറ്റംസ് അത് നോക്കി മനസ്സിലാക്കി പർച്ചേസ് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് കറക്റ്റ് പ്ലേസിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്ക്രാപ്പ് ആൻഡ് സർപ്ലസ് കൺട്രോൾ ആൻഡ് ഡിസ്പോസൽ. അറിയാലോ, എക്സ്പയറി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് ഒക്കെ ആവാം അല്ലെ. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചിലപ്പോ എന്താണ് എക്സ്പയറി ഡ്രഗ്സ് ആവാം, അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലും സിറിഞ്ചുകളോ അതൊന്നും നമുക്ക് ഒരാൾക്ക് ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഡിസ്പോസൽ ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ സ്ക്രാപ്പിൽ കൊടുക്കുകയോ ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നാലാമത്തെ പോയിന്റോ, മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മെറ്റീരിയൽസിന്റെയും വില പട്ടിക അല്ലെ, അല്ലെങ്കിൽ ഇൻവെന്ററിയുമായിട്ട് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ എന്ത് ചെയ്യുന്നത്? വിവരങ്ങള് സിസ്റ്റത്തിലോട്ട് എൻട്രി ചെയ്ത് കൊടുക്കുകയും ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വേണ്ടി വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് ആ റെക്കോർഡുകളൊക്കെ നോക്കിയിട്ട് ആ പ്രോസസ്സിംഗ് എളുപ്പത്തിലാക്കാനായിട്ട് സഹായിക്കുന്നു.
ഓക്കെ ആണോ അഡ്വാൻറ്റേജ്? നെക്സ്റ്റ് ആണ് IMM കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ്. IMM-ന്റെ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. such as value analysis, variety reduction, standardization, forecasting and market analysis. Underline ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ഏതൊക്കെയാണ്? വാല്യൂ അനാലിസിസ് അല്ലെ, മൂല്യവിശകലനം, അതുപോലെ വെറൈറ്റി റിഡക്ഷൻസ്. ഇതാണ് നമ്മൾ പറഞ്ഞു, ഈ ഫിനിഷിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. വെറൈറ്റി റിഡക്ഷൻ എന്താണ്? വൈവിധ്യം കുറയ്ക്കുക. ഇനി സ്റ്റാൻഡർഡൈസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നിലവാരം നിശ്ചയിക്കുക. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷീൻസ് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ നാളത് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക. അപ്പോ മുൻകൂട്ടി കാണലിന് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. സ്വർണം തന്നെ എടുക്കാം. ഗോൾഡ് എന്താണ്? ഇപ്പോ ഭാവിയിലേക്ക് സ്വർണത്തിന് വില കൂടും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ടൈമിൽ ഞാൻ സ്വർണം വാങ്ങിച്ചു വെക്കും. മനസ്സിലായോ? അതാണ് ഫോർകാസ്റ്റിംഗ്. മുൻകൂട്ടി കാണുക. ഭാവിയിൽ സ്വർണത്തിന് വില കൂടും എന്നുള്ളത് മുൻകൂട്ടി ഞാൻ കണ്ടുകൊണ്ട് ഇപ്പോ ഞാൻ സ്വർണം വാങ്ങിച്ചു വെച്ചു. ഓക്കെ, ക്ലിയർ ആയോ? അതുപോലെ തന്നെ മാർക്കറ്റ് അനാലിസിസ്. മാർക്കറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിപണി വിശകലനം ചെയ്യുക. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ ക്വാളിറ്റി ഉള്ളതാണോ, അല്ലെങ്കിൽ ഇപ്പൊ മാർക്കറ്റിൽ അത് സക്സസ് ആവോ? ഓക്കെ, നമ്മൾ നോക്കാറില്ലേ, ഗവേഷണം നടത്താറുണ്ടല്ലേ. അതാണ് മാർക്കറ്റ് അനാലിസിസ്. സക്സസ് ആവോ, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്താണ് മാർക്കറ്റില് സെയില് കിട്ടോ എന്നുള്ളത് നമ്മള് നോക്കാറുണ്ട്. മാർക്കറ്റിൽ ഗവേഷണം നടത്താറുണ്ട്, റിസർച്ച് ചെയ്യാറുണ്ട് അല്ലെ. ഓക്കെ, അതാണ് മാർക്കറ്റ് അനാലിസിസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതില് വരുന്നത്. IMM അതിന്റെ എന്താണ് കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞത് വാല്യൂ അനാലിസിസ്, വെറൈറ്റി റിഡക്ഷൻസ്, സ്റ്റാൻഡർഡൈസേഷൻ, ഫോർകാസ്റ്റിംഗ്, മാർക്കറ്റ് അനാലിസിസ്. ഇനി നെക്സ്റ്റ് ആണ് വാല്യൂ അനാലിസിസ്, മൂല്യവിശകലനം അല്ലെ. വാല്യൂ അനാലിസിസ് ഈസ് ആൻ അറേഞ്ച്ഡ് approach to recognize necessary cost connected with any product, material, part, component, system or services. എന്താ പറയുന്നത്? ഈ മൂല്യവിശകലനം അല്ലെങ്കിൽ വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ മെറ്റീരിയൽ, പാർട്ട്, കമ്പോണന്റ്, സിസ്റ്റം അല്ലെങ്കിൽ സർവീസസ് ഇവയെല്ലാം സംബന്ധിച്ച അനാവശ്യ ചെലവുകൾ വരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. പ്രൊഡക്റ്റ്, മെറ്റീരിയൽ, കമ്പോണന്റ്, സിസ്റ്റം, സർവീസസ് ഇവയെല്ലാം സംബന്ധിച്ച് അനാവശ്യ ചെലവുകൾ വരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. കിട്ടിയോ? കണക്ഷൻ കിട്ടുന്നുണ്ടോ? എന്താണ് വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാല്? പ്രൊഡക്റ്റ്, മെറ്റീരിയൽ, പാർട്ട്, കമ്പോണന്റ്, സിസ്റ്റം ഓർ സർവീസസ് ഇവയെല്ലാം സംബന്ധിച്ച് എന്താണ് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ വരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്ന സംവിധാനമാണ്. ദിസ് പ്രോസസ് ഈസ് നെസസറി ഫോർ കോസ്റ്റ് റിഡക്ഷൻ. അപ്പോ വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ആവശ്യമായിട്ടുള്ള, വാല്യൂ അനാലിസിസ് വഴി നമുക്ക് കോസ്റ്റ് റിഡക്ഷന് സഹായിക്കുന്നുണ്ട് അല്ലെ. ഇല്ലേ? അനാവശ്യ ചെലവുകൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ചെലവുകൾ നമ്മൾ കുറയ്ക്കാനായിട്ട് നോക്കും അല്ലെ. അപ്പോ വാല്യൂ അനാലിസിസ് വഴി നമുക്ക് കോസ്റ്റ് റിഡക്ഷന് സഹായിക്കുന്നുണ്ട്. വാല്യൂ റിലൈസ് ഓൺ ഫങ്ഷൻസ് ആസ് വെൽ ആസ് ദ കോസ്റ്റ്. എന്താ പറയുന്നത്? അങ്ങനെയുള്ള വാല്യൂ എന്നത് വാല്യൂ റിലൈസ് ഓൺ ഫങ്ഷൻസ് ആസ് വെൽ ആസ് ഓൺ കോസ്റ്റ്. വാല്യൂ എന്നത് എന്താണ്? ഫങ്ഷന്റെയും അതുപോലെ തന്നെ കോസ്റ്റിനെയും ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൊഡക്റ്റിന്റെ ഫങ്ഷനിങ് അല്ലെ. പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഇനി വാല്യൂ അനാലിസിസ് of material give more importance of utility of the material than its cost. ഇനി വാല്യൂ അനാലിസിസിൽ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്?
അതിന്റെ ആ വിലയേക്കാൾ കോസ്റ്റിനേക്കാൾ അതിന്റെ യൂസിനാണ്. ഇപ്പൊ നമ്മളൊരു ഫോർ എക്സാമ്പിൾ നോക്കാം. ഒരു ഐഫോൺ വാങ്ങിച്ചു. ഇവിടെ പറയുന്നത് വാല്യൂ അനാലിസിസില് പ്രാധാന്യം നൽകുന്നത് അതിന്റെ കോസ്റ്റിനല്ല, അതിന്റെ മൂല്യത്തിനാണ് അല്ലെ, അല്ലെങ്കിൽ യൂസിനാണ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൊടുക്കാം. ഐഫോൺ നമ്മൾ വാങ്ങിച്ചു. ഐഫോണിന് എത്ര രൂപയാണ് അല്ലെ? നമ്മുടെ സാധാരണ നമ്മുടെ കയ്യിലുള്ള ഫോണിനെക്കാട്ടിലും കൂടുതൽ പൈസയാണ് അല്ലെ ഐഫോണിന് വരുന്നത്. ഓക്കെ, അങ്ങനെ കൂടുതൽ പൈസ വരുമ്പോ ചിലവര് പൈസ നോക്കാതെ അത് വാങ്ങിക്കാറുണ്ട്. കാരണം എന്തായിരിക്കാം? കാരണം സേഫ്റ്റി ആണ്, ക്വാളിറ്റി ഉണ്ട്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ക്വാളിറ്റി, സെക്യൂർ ആണ്, വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട് അല്ലെ? നമ്മളുടെ ക്യാമറേനെക്കാട്ടി നല്ല ക്യാമറ അല്ലേ അതിന്? അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട് ഐഫോണിന് അല്ലെ? ഇല്ലേ? അതുകൊണ്ടാണ് ആളുകൾ അത് വാങ്ങിക്കുന്നത്. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതിന്റെ ഐഫോണിന്റെ കോസ്റ്റിനെക്കാട്ടിലും ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? അതിന്റെ യൂസസിനാണ്. പല യൂസേജുകൾ ഉണ്ട് അല്ലെ? ഇല്ലേ? ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാല്യൂ അനാലിസിസിന് പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? അതിന്റെ കോസ്റ്റിനെക്കാട്ടിലും, അതിന്റെ വിലയെക്കാട്ടിലും അതിന്റെ യൂസിനാണ് പ്രാധാന്യം നൽകുന്നത്. വാല്യൂ ഈക്വൽ ടു ഫങ്ഷൻ കോസ്റ്റ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അത് ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി വാല്യൂ ഇൻക്രീസ് by increasing the function or decreasing the cost. ഇനി വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? പ്രവർത്തനം, അതിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കുകയോ ചെയ്യുന്നതിലൂടെ വാല്യൂ ഇൻക്രീസ് ആകുന്നുണ്ട്. നമുക്ക് നോക്കാം. ഒരു ഐഫോൺ, അതിനകത്ത് അതിന്റെ ഫങ്ഷൻസ്, വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ എത്ര വില കൊടുത്തായാലും നമ്മളത് വാങ്ങിക്കാറുണ്ട് അല്ലെ? അതാണ് ഇൻക്രീസിംഗ് ദ ഫങ്ഷനിൽ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അതിന്റെ വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഫങ്ഷൻസ് കൊണ്ട് നമ്മള് അതിന്റെ വാല്യൂ കൂടുന്നുണ്ട് ഇല്ലേ? ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് കാരണം ആളുകൾ കോസ്റ്റ് നോക്കാതെ അതിന് വില കൊടുക്കുന്നുണ്ട് അല്ലെ? വില കൊടുത്ത് അത് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മൂല്യം കൂടുന്നുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ ഡിക്രീസിംഗ് ദ കോസ്റ്റ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, നമ്മള് ഡിസ്കൗണ്ട് സെയിൽസ്, ഡിസ്കൗണ്ടിന് തുണികൾ ഇട്ടിരിക്കുന്നു ഡിസ്കൗണ്ട് സെയിൽസിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡിസ്കൗണ്ട് കിട്ടുമ്പോ, വില കുറച്ച് സാധനങ്ങൾ അല്ലെങ്കിൽ തുണികള്, മെറ്റീരിയൽസ് കിട്ടുമ്പോ നമ്മൾ വാങ്ങിക്കാറുണ്ട് അല്ലെ? എല്ലാവരും വാങ്ങിക്കാറുണ്ട്. നമുക്ക് വില കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും അല്ലെ? അപ്പോഴും അതിന് എന്തുണ്ട്? മൂല്യം കൂടുന്നില്ലേ? മനസ്സിലായോ? രണ്ടിന്റെയും എക്സാമ്പിൾ പറഞ്ഞപ്പോ മൂല്യം കൂടുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഡിക്രീസിംഗ് ദ കോസ്റ്റ് എന്താണ്? കോസ്റ്റ് കുറയുന്നതിലൂടെയും അതുപോലെ തന്നെ അതിന്റെ ഫങ്ഷൻ, അതിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഒരു വസ്തുവിന്റെ മൂല്യം, വാല്യൂ ഇൻക്രീസ് ആകും. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇത്രയും മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആയി? ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒന്നുകൂടി പറഞ്ഞു തരാം. ഫസ്റ്റ് പോർഷനില് മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ പറയുന്ന മറ്റൊരു പേര് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് ആർ ദ വൈറ്റൽ റിസോഴ്സസ് ഇൻ ദ ഹോസ്പിറ്റൽ ജസ്റ്റ് ചോദിക്കാറുണ്ട്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ ഒബ്ജക്റ്റീവ്സ് നോക്കാം, ഫങ്ഷൻസും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. IMM ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. അതുപോലെ അതിന്റെ അഡ്വാൻറ്റേജ് നോക്കി വെക്കാം. കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം.
നെക്സ്റ്റ് നോക്കുന്നത് വാല്യൂ അനാലിസിസ് ഇസ് ദ നെസസറി ഫോർ ഡാഷ് കോസ്റ്റ് റിഡക്ഷൻ. ഓക്കെ, ചോദിക്കാറുണ്ട് രണ്ടാമത്തെ സെന്റൻസിൽ കേട്ടോ. This process is necessary for cost reduction. അത്രയും വരെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബാക്കി ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇത്ര വരെ ക്ലിയർ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.